ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പുരാതന കാലം മുതൽ നമ്മുടെ ഭൂമിയിൽ പലപ്പോഴായിട്ട് പടർന്നു പിടിക്കുമ്പോഴെല്ലാം അനേകം ആളുകളെ മരണത്തിലെത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അസുഖമാണ് പ്ലേഗ്. ഈ പ്ലേഗിനെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ഇത് പ്രധാനമായിട്ട് 3 ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സൂററ്റിൽ 1994, 2002 ഹിമാചൽ പ്രദേശിൽ ഇതുപോലൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 2004 ഉത്തരാഞ്ചൽ. ഈ അസുഖത്തിൻ്റെ കാരണക്കാരനായ രോഗാണു യെർസീന പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇത് റോഡൻസ് എന്ന് പറയുന്നത് എലി, വെലിച്ചാഴി ഇതുപോലുള്ള ജീവികൾ, ഇതിൽ കണ്ടുവരുന്ന ഒരസുഖമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വളരുന്ന ചെള്ളുകൾ കടിച്ചിട്ടാണ് ഇത് മനുഷ്യരിലേക്ക്, ഈ ചെള്ള് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ രോഗാണുവിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പെരിച്ചാഴി പോലുള്ള റോഡൻസിൽ നിന്ന് ഇത് ഡൊമസ്റ്റിക് എലികളിൽ കിട്ടും. ആ എലികളാണ് ഈ ചെള്ള് വഴി ഇത് മനുഷ്യരിലെത്തിക്കുന്നത്. അപ്പോൾ ഈ അസുഖം പകരുന്നത് ഏറ്റവും പ്രധാന മാർഗം ഇതുപോലെ ചെള്ളുകൾ കടിച്ചിട്ടുണ്ടാകുന്നതാണ്. പിന്നെ ഇത് എയർബോൺ ആയിട്ട്, ഈ ന്യൂമോണിക് പ്ലേഗ് എയർബോൺ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടും പകരാം. അപ്പോൾ ഈ പ്ലേഗിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണു ശരീരത്തിൽ കടന്നു കഴിഞ്ഞ് രോഗലക്ഷണം കാണപ്പെടുന്ന സമയം, അതിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 2 ദിവസം തൊട്ട് 7 ദിവസം വരെയാണ് പ്ലേഗിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഇത് 3 തരം പ്ലേഗുകൾ. ഒന്ന് ബ്യൂബോണിക് പ്ലേഗ്, 2 സെപ്റ്റിസീമിക് പ്ലേഗ്, 3 ന്യൂമോണിക് പ്ലേഗ്. ഈ ചെള്ള് ഇപ്പോൾ കാലിലാണ് അല്ലെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും കടിച്ചു വന്നിരിക്കട്ടെ, കടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ലിംബ് നോഡ്സിൽ ഇതെത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് പെറ്റുവരുന്നു. അതിൻ്റെ ആ രോഗമാണ് എർസീന പെസ്റ്റിസ്. അപ്പോൾ ആ ലിംബ് നോഡ് എൻലാർജ്ഡ് ആകും എന്ന് പറഞ്ഞാൽ വലുതാകും. അത് കഴിഞ്ഞ് അത് ഭയങ്കര ടെൻഡറാകും. ഇതിന് ബ്യൂബോ എന്ന് പറയും. ഈ ലിംബ് നോഡിനെ ബ്യൂബോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ആ ബന്ധപ്പെട്ട ലിംബ് നോഡ് എൻലാർജ്ഡ് ആകും. അതിന് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നല്ല കിടുകിടുപ്പ്, അതുപോലെ തന്നെ സാമാന്യം നല്ല തലവേദന, ഹൈ ഫീവർ. ഈ ലിംബ് നോഡ്സ് മിക്കവാറും ഇത് ഈ ഗ്രോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴലക്കായിരിക്കും ഈ ലിംബ് നോഡ്സ്. ചിലപ്പോൾ ഇത് ഇപ്പോൾ കയ്യിലെങ്ങാൻ കടിച്ചു കഴിഞ്ഞാൽ ആക്സിലറി ലിംബ് നോഡ്സ് എൻലാർജ്ഡ് ആകാം. അതുപോലെ സെർവിക്കൽ ലിംബ് നോഡ്സും വേണമെങ്കിൽ എൻലാർജ്ഡ് ആകാം. അപ്പോൾ ഈ ബ്യൂബോണിക് പ്ലേഗ് യാതൊരു കാരണവശാലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരത്തില്ല. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഈ സിംറ്റംസായിട്ട് നമ്മൾ അതിൻ്റെ എൻഡമിക് ഏരിയ അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്കുള്ള ഏരിയയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അത് ഡയഗ്നോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയഗ്നോസിൻ്റെ പ്രൊസീഡിയറൊക്കെ നടന്നോട്ടെ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ആ നിമിഷം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് മരണം സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. അടുത്തത് സെപ്റ്റിസീമിക് പ്ലേഗ്. അപ്പോൾ പ്രൈമറി സെപ്റ്റിസീമിക് പ്ലേഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇവിടെ ഈ ബാക്ടീരിയ ലിംബ് നോഡ്സിൽ നിന്നാണ് ബ്ലഡിലോട്ട് കടക്കുന്നത്. അപ്പോൾ ബ്യൂബോണിക് പ്ലേഗ് ആണ്, അല്ലെങ്കിൽ ഈ ലിംബ് നോഡ്സിലുള്ള ആ രോഗാണുവാണ് ഈ ബ്ലഡിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രക്തത്തിൽ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോഴത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം, ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാകാം, കഫത്തിൽ രക്തം കാണാം. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, പ്ലസ് നേരത്തെ പറഞ്ഞ ആ ലക്ഷണങ്ങൾ. അടുത്തത് ന്യൂമോണിക് പ്ലേഗാണ്. അപ്പോൾ ഇത് ഈ സെപ്റ്റിസീമിക് പ്ലേഗ് വേണമെങ്കിൽ ന്യൂമോണിയ ആക്കാം. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിന് പെട്ടെന്ന് ചുമ, വിമ്മിഷ്ടം, പേഷ്യൻ്റ് സൈനോസ്ഡ് ആകും.
അതുപോലെ കഫത്തിൽ രക്തം വരിക, ബ്ലഡ് സ്റ്റെയിൻഡ് ഫ്രോത്തി ഹൈലി ഇൻഫെക്റ്റീവ് സ്പ്യൂട്ടം വരിക. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ടൈപ്പ് പ്ലേഗ് വേറെ ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യരിലോട്ട് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി പകരാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഐസൊലേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ സിംറ്റംസായിട്ട് പേഷ്യൻസ് ഒരു എൻഡമിക് ഏരിയ അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്കുള്ള സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡയഗ്നോസിന് വേണ്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ല, ഡയഗ്നോസിൻ്റെ റിപ്പോർട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഒരു ഏരിയയിൽ പെട്ടെന്ന് കുറേ എലികൾ ചാവുന്നു, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിമെൻ പരിശോധനയ്ക്ക് അയക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഈ ലിംബിനോഡിൽ നിന്ന് അസ്പിരേറ്റ് ചെയ്യുക. ഇപ്പോൾ ആ പെയിൻഫുൾ ലിംബിനോഡുണ്ടല്ലോ, അതിൽ നിന്ന് അസ്പിരേറ്റ് ചെയ്തിട്ട് അത് പരിശോധിക്കുക. സ്പ്യൂട്ടം എക്സാമിനേഷൻ, അതുപോലെ തന്നെ അത് കൾച്ചറിന് വിടുക. അതുപോലെ ബ്ലഡ് എക്സാമിനേഷൻ ആൻഡ് കൾച്ചർ. അതുപോലെ തന്നെ ന്യൂമോണിക് പ്ലേഗിൽ നമ്മൾ എക്സ്റേ ചെസ്റ്റ്, അവിടെ നമുക്ക് ലോബാർ ഒപ്പാസിറ്റി കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ചികിത്സ വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഈ മേൽപ്പറഞ്ഞ സിംറ്റംസുമായിട്ട് വരികയാണ്, അദ്ദേഹം ഒരു എൻഡമിക് ഏരിയ എന്നാണ് അല്ലെങ്കിൽ എപ്പിഡമിക്സ് ഉള്ള ഒരു ഏരിയ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഈ സിംറ്റംസ് കണ്ടാൽ ട്രീറ്റ്മെൻറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഡയഗ്നോസ് പിന്നെ വന്നോളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിന് സ്ട്രെപ്റ്റോമൈസിനാണ് കൊടുക്കുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ 30 mg/kg/day × 10 days. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ജെൻഡാമൈസിൻ വേണേൽ കൊടുക്കാം. അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ കൊടുക്കാം, ഡോക്സിസൈക്ലിൻ കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻസ്. പിന്നെ മറ്റേ വേറെ ഇപ്പോൾ ന്യൂമോണിക് പ്ലേഗിലും സെപ്റ്റിസീമിക് പ്ലേഗിലും ഒക്കെ ഉള്ള കോംപ്ലിക്കേഷൻസ്, അതിന് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. കോംപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ സർക്കുലേറ്ററി ഫെയിലിയർ വരാം, ഇൻട്രാവാസ്കുലർ കോവാഗുലേഷൻ, പിന്നെ ഹൈപ്പോക്സിയ. ഇതിനൊക്കെ വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. എമർജൻസി ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ഫ്ലീസ്, ഈ ചെള്ളുകളെ നിയന്ത്രിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് BHC, DDT പോലുള്ള ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാം. തറ നമുക്ക് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അടുത്ത ഏറ്റവും പ്രധാന സംഭവമാണ് എലി നശീകരണം. എലിയിൽ നിന്നാണ് ഇത് കൂടുതലും മിക്കവാറും പകരുന്നത്. അപ്പോൾ എലി നശീകരണം ഒരു പ്രധാന ഘടകമാണ്. അടുത്തതായിട്ട് ഇതിന് ഒരു വാക്സിൻ അവൈലബിളാണ്. ഇത് പേഷ്യൻറ്റിന് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് വരാതിരിക്കാൻ, ഈ പ്ലേഗ് പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് 2 ഡോസായിട്ട് സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. 0.5 ml ആൻഡ് 1 ml സബ്ക്യൂട്ടേനിയസ്ലി 7 തൊട്ട് 14 ദിവസം ഇൻ്റർവെല്ലിൽ കൊടുക്കണം. ഇനി കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേഗ് വന്ന പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളവർക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫ്സ്, നേഴ്സിംഗ് സ്റ്റാഫ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, ഇവർക്കെല്ലാം ഈ മെഡിസിൻസ് കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് നമ്മൾ കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ടെട്രാസൈക്ലിനാണ്. ടെട്രാസൈക്ലിൻ 500 mg QID × 5 days.
അതുപോലെ തന്നെ കോർട്ടൈമോക്സോൾ, ഈ സെപ്ട്രാൻ എന്ന് പറയുന്ന മരുന്ന്, അതും നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തത് ഐസൊലേറ്റ് ദ പേഷ്യൻ്റ്. ഇപ്പോൾ ഈ ബ്യൂബോണിക് പ്ലേഗും മറ്റേ സെപ്റ്റിസീമിക് പ്ലേഗൊന്നും ഐസൊലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ന്യൂമോണിക് പ്ലേഗ് അത് ഡ്രോപ്പ്ലെറ്റ് ഇൻഫെക്ഷനിൽ കൂടെ പകരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും അത് ഐസൊലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റുള്ള എല്ലാവരും ഗൗൺ ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, മാസ്ക് ധരിക്കണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്ലേഗിനെ പറ്റി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.